ആജ്ഞ മന്ത്രി വിശദീകരിച്ചത് ഇതിൽ ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കുന്നു. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ചില വിട്ടുവീഴ്ചകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ജനപ്രതിനിധികളുടെ ഇടപെടലും ചർച്ചകളും അവിടെ നടക്കുന്നു എന്നതാണ്. അത്തരത്തിലുള്ള ആലോചനകൾ ജനങ്ങളുമായി നടക്കുന്നുണ്ടോ? അക്കാര്യങ്ങളോ ദൃശ്യങ്ങളോ ഒക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമോ? സജിത്ത്, എസ് പിയും ഡിഎഫ്ഒയും ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട്. ജനങ്ങളുമായിട്ടല്ല, സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഈ കിണറുള്ളത് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അവിടെ അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. കാരണം വലിയ കൃഷിനാശമാണ് ഉണ്ടാകാൻ ഉള്ള സാധ്യത. ഇത് ഇപ്പോൾ കളക്ടറുടെ പ്രതിനിധി എത്തിയ ശേഷമായിരിക്കും ഒരു പക്ഷേ ഇവിടുത്തെ പൊതുജനങ്ങളുമായി ഒരു സമവായത്തിനുള്ള സാധ്യത കാണുന്നത്. MLA ഒക്കെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവിധ പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിഷ്ക്രിയരായി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യം, ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്, സ്ഥലമുടമയുടെ പ്രതിഷേധമുണ്ട്. ഈ ഒരു സാഹചര്യം മാറിയെങ്കിൽ മാത്രമേ, അതിന് പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ ഇനി എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാനാവുകയുള്ളൂ. ഇതിപ്പോൾ മയക്കുവെടിയാണെങ്കിൽ കൂടിയും അതിന് ഈ പറയുന്ന ആനയെ കടത്താനുള്ള പ്രത്യേക സാമഗ്രികൾ, യന്ത്രങ്ങൾ എത്തേണ്ടതുണ്ട്. അതിന് വഴിത്താര തെളിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ കുറെ സാഹചര്യങ്ങൾ, കുറെ ബാരിയറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ മറികടക്കണം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇപ്പൊ ഉദ്യോഗസ്ഥരായാലും അവർക്ക് നിഷ്ക്രിയമായി നിൽക്കാൻ ഒരു അവസ്ഥ മാത്രമാണ്. അപ്പൊ ആന സ്വന്തമായി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നോക്കുന്നു, അതിന്റെ സ്വയം രക്ഷ തേടൽ നോക്കുന്നു എന്നൊരു സാഹചര്യം മാത്രമേ നിലവിലിപ്പോൾ നമുക്ക് പറയാനാവുകയുള്ളൂ. മറ്റ് രക്ഷാപ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല നിലവിൽ ഇതുവരെ. സജിത്ത്, കോതമംഗലത്താണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ വീണ ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ അവിടെ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തി ഉന്നയിക്കുന്ന ആശങ്ക അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലൂടെ വാഹനം കയറ്റുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഈ ആന നിരന്തരമായി അവിടെ ശല്യമുണ്ടാക്കുന്ന ആനയാണ്. അങ്ങനെയും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് ആനയെ മയക്കുവെടി വെച്ച് മാറ്റണമെന്ന നാട്ടുകാരുടെ ഒരു ആവശ്യമുണ്ട്. അല്പസമയം മുമ്പ് ന്യൂസ് 8നോട് പ്രതികരിച്ച മന്ത്രിയും ജനങ്ങൾ ഇതിനോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്.